തമിഴ്നാടിന്റെ സമഗ്ര വികസനവും സാംസ്കാരിക പൈതൃക സംരക്ഷണവും ലക്ഷ്യമിട്ട് ധനമന്ത്രി മേരി വിൽസൺ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു. 3000-ലധികം ക്ഷേത്രങ്ങളുടെ വിപുലമായ പുനരുദ്ധാരണത്തിനൊപ്പം വിദ്യാഭ്യാസം, സ്ത്രീക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ജനപ്രിയ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാടിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകം കാത്തുസൂക്ഷിക്കുവാൻ വൻ പദ്ധതികളാണ് ബജറ്റിലുള്ളത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 3000-ലധികം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കും. ഇതോടൊപ്പം 250 ക്ഷേത്രക്കുളങ്ങളും 75 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രരഥങ്ങളും നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കും. இந்த அரசு எதிர்வரும் 5 ஆண்டுகளில் 3000 திருக்கோயிலுக்கு திருப்பணி செய்து விழா நடத்திடும். 250 திருக்குளங்கள் மற்றும் 75 மரத்தேர்களை சீரமைக்கும் திட்டமிட்டு உள்ளது. மேலும் பக்தர்கள் அதிக அளவில் வரும் திருக்கோயில்களில் அவர்களின் அவசிய தேவைகளை பூர்த்தி செய்யும் வகையில் பாதுகாப்பான குடிநீர், கழிவறைகள், குளியல் அறைகள், தங்கும் விடுதிகள் உள்ளிட்ட அடிப்படை வசதிகள் மேம்படுத்தவும் திட்டமிட்டு உள்ளது. ക്ഷേത്ര വികസനത്തിനൊപ്പം വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷാ മേഖലകളിലും വൻ തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കായി 2000 കോടി രൂപ ചെലവിൽ വെട്രി ലാപ്ടോപ്പ് പദ്ധതി നടപ്പിലാക്കും. വിദ്യാർത്ഥികൾക്ക് സൗജന്യ സൈക്കിളുകൾ, ഹെൽമെറ്റ്, വാട്ടർ ബോട്ടിൽ എന്നിവ വിതരണം ചെയ്യാൻ 777 കോടി രൂപയും നീക്കിവെച്ചു. സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിനും ശുചിത്വത്തിനുമായി സൂപ്പർ ക്ലീൻ, സൂപ്പർ ക്യാമ്പസ് പദ്ധതിക്കും തുടക്കമിടും. സ്ത്രീക്ഷേമ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഭരണകൂടം തുടക്കമിടുന്നത്. വിവാഹവേളയിൽ അർഹരായ വനിതകൾക്ക് 8 ഗ്രാം സ്വർണ്ണ നാണയവും പട്ടുപുടവയും സൗജന്യമായി നൽകുന്ന പദ്ധതിക്ക് 812 കോടി രൂപ വകയിരുത്തി. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം നൽകുന്ന തായ്മാമൻ തങ്കമോതിര പദ്ധതിക്കായി 560 കോടി രൂപയും പ്രഖ്യാപിച്ചു. പൈതൃക സംരക്ഷണത്തോടൊപ്പം ജനക്ഷേമവും ഉറപ്പാക്കി തമിഴ്നാടിനെ വലിയൊരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയാണ് ബജറ്റിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനം, ഡൽഹി.